മരിച്ചുപോയ വ്യക്തികൾക്ക് എന്തെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവർ സമ്മാനിച്ചാൽ ആ വസ്തു മറ്റൊരാൾ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുജി. എന്നാൽ അങ്ങനെ ഒരു ജീവിത അനുഭവമായാണ് ഒരു വ്യക്തി വന്നിട്ടുള്ളത്. ഈ വ്യക്തിയുടെ പേര് കൈമൾ എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി എന്താന്ന് വെച്ചാൽ ശ്മശാനത്തിൽ ബോഡികൾ വന്ന മറവ് ചെയ്യുക, സംസ്കരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി. രാവിലെ 7:30 മുതൽ രാത്രി 11 മണി വരെയും അധിക ദിവസം ബോഡികൾ എത്താറുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം രാത്രി ഒരു 7-7:30 ഒരു 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ബോഡിയുമായി ജനങ്ങൾ എത്തുന്നു. ജനങ്ങൾ എന്ന് പറയാൻ കാരണം ഈ മരിച്ച സ്ത്രീക്ക് ആരും തന്നെ നാട്ടിലുണ്ടായിരുന്നില്ല. ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവനാണെങ്കിൽ അന്യദേശത്താണ്. അപ്പൊ അവന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 3 ദിവസം ബോഡി ജനങ്ങൾ വെച്ച് കാത്തിരുന്നു. പക്ഷെ അവന് ദൗർഭാഗ്യവശാൽ വരാൻ സാധിച്ചില്ല. ഇനിയും ആ ബോഡി വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും കൂടി ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ആ ഒരു ബോഡി സംസ്കരിച്ച് രാത്രി 8-8:30 പിറ്റേ ദിവസം, അതായത് ആ സ്ത്രീ മരിച്ചിട്ട് 4ാമത്തെ ദിവസം ഒരു പയ്യൻ രാത്രി ഒരു 10-10:30 ഒരു പയ്യൻ ആ ശ്മശാനത്തിലേക്ക് നടന്നു വരുന്നത് ഈ ഒരു കൈമൾ കണ്ടു. അവൻ ഈ ഒരു കുഴിമാടത്തിന്റെ അടുത്ത് വന്ന് വാവിട്ട് കരയുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഈ കൈമൾ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. അപ്പോഴാണ് പറയുന്നത്, ഈ മരിച്ച അമുദ എന്ന ആ സ്ത്രീയുടെ പേര് അമുദ എന്നാണ്. അപ്പൊ ആ സ്ത്രീയുടെ മകനാണെന്നും എനിക്കൊരു കാരണവശാലും എനിക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കഴിയാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുവിധം ആളുകൾക്ക് സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 4ാമത്തെ ദിവസം എത്താൻ സാധിച്ചിട്ടുള്ളൂ, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ്, എനിക്ക് മറ്റാരുമില്ല, ഈ ഒരു നാട്ടിൽ ഇനി എനിക്ക് ആരുമില്ല, അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളത്ത് താങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് കാണാൻ പോലും, ബോഡി കാണാൻ പോലും എനിക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞു. അവൻ ഭയങ്കരമായിട്ടും വാവിട്ട് കരയുന്നതായിട്ടാണ് ഈ ഒരു കൈമൾ കണ്ടത്. അങ്ങനെ രാത്രി ഒരു 12-1 മണി വരെ ആ ഒരു കുഴിമാടത്തിനടുത്തിൽ അവൻ ഇരിക്കുന്നതായിട്ട് ഈ കൈമൾ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ആണ് അവൻ അവൻ്റെ കയ്യിലുള്ള സാരി എടുത്തത്. അതായത് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ ആ ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഗൾഫിൽ വെച്ചിട്ട്. നാട്ടിൽ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയ സാരി വളരെ വില കൂടിയ ഒരു സാരിയായിരുന്നു. അത് അവൻ്റെ അമ്മയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സാരി അവർ വാങ്ങുന്നത്. ദൗർഭാഗ്യവശാൽ അമ്മ മരിച്ചു പോയി. ഇനിയിപ്പോൾ ഈ സാരി ഞാൻ ആർക്ക് കൊടുക്കും? അമ്മയുടെ ഈ കുഴിമാടത്തിനടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞ് ആ ഒരു സാരി ആ കുഴിമാടത്തിൽ വച്ചതിന് ശേഷം ഈ ഒരു മകൻ പോവുകയാണ്. അത് ഈ ഒരു കൈമൾ വ്യക്തമായി കണ്ടു. കൈമൾ ഇവൻ പോയതിനു ശേഷം ഈ ഒരു കുഴിമാടത്തിന്റെ അടുത്ത് പോയി ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ വളരെ വില കൂടിയ ഒരു പട്ടുസാരിയാണ് അതെന്ന് അവന് മനസ്സിലായി. അയാൾ ചിന്തിച്ചു, ഈ മരിച്ച വ്യക്തിക്ക് ഈ സാരി എന്തിനാ? സാധാരണ പൂക്കളൊക്കെയും സമർപ്പിച്ച് പോകാറുണ്ട്, ഈ സാരി എന്തിനാ? ഈ സാരി എടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്താൽ അവൾ ഉടുക്കില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ അവൾ ഒരുപാട് ദിവസമായി പുതിയൊരു സാരി വേണം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാരി കൊണ്ടു കൊടുത്താൽ ഇതാരും അറിയില്ലല്ലോ, ആരും എടുത്തതെന്ന് പോലും അറിയില്ലല്ലോ. അങ്ങനെ ഇയാൾ ഈ ഒരു സാരി എടുത്തിട്ട് സ്വന്തം ഭാര്യന്റെ കൈ കൊണ്ടു കൊടുക്കുന്നത്, നിനക്ക് വേണ്ടി ഞാൻ ഇത് വാങ്ങിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. അവളാണെങ്കിലോ നിധി കിട്ടിയ ഒരു സന്തോഷത്തിൽ ആ സാരി തുറന്നു നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. വളരെ വില കൂടിയ പട്ടുസാരിയാണ്. അവൾ അതെടുത്ത് അളമാരിക്കകത്ത് വെക്കുന്നു. രാത്രി ഒരു 1 മണി 1:30 ഒരാൾ കടന്നു വരികയാണ്. കൈമളിന്റെ റൂമിൽ വന്നു നിന്നു. കൈമളിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടായിരുന്നു ആ രൂപം നിന്നിരുന്നത്. പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ കൈമൾ ഒന്ന് തിരിഞ്ഞു കിടന്നപ്പോഴാണ് ആ രൂപത്തെ കണ്ട് നടുങ്ങിപ്പോയത്. തൊണ്ടയിൽ വെള്ളം പറ്റിയ പോലെ തോന്നി. ചാടി എണീറ്റ് അയാൾ ലൈറ്റ് ഇട്ടപ്പോൾ അങ്ങനെ രൂപത്തെ തന്നെ അവിടെ കാണാനില്ലായിരുന്നു. തൻ്റെ ഭാര്യ അത് കാണാൻ നന്നായിന്ന് അയാൾ സ്വയം സമാധാനിച്ചു. എന്നാലും എന്തായിരിക്കും താൻ കണ്ടത്? അങ്ങനെ പിറ്റേ ദിവസം സാധാരണ പോലെ അയാൾ പള്ളിയിൽ പോയി സംസ്കാര ചടങ്ങും കാര്യമെല്ലാം കഴിഞ്ഞ് രാത്രി 7:30 അന്ന് രാത്രി ഇവർ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഒരു 1 മണി 1:30 ആയപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയെ കാണാനില്ല. അയാൾ ആകെ പേടിച്ചു പോയി. അങ്ങനെ വീട്ടിലും പുറത്തും എല്ലാം നോക്കി, എല്ലായിടത്തും നോക്കി, പക്ഷെ അവിടെ എവിടെയും കാണാനില്ല. ലാസ്റ്റ് അയാൾ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് പോയപ്പോഴാണ് നടുങ്ങുന്ന ആ കാഴ്ച അദ്ദേഹം കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമുദയെ അടക്കിയ ആ ഒരു ഭാഗത്ത്, ആ ഒരു കുഴിമാടത്തിൻ്റെ അടുത്ത് അവൾ കിടക്കുന്നു, അയാളുടെ ഭാര്യ, സെയിം സാരിയും കൊടുത്തുകൊണ്ട്. പേടിച്ചു പോയി. അയാൾ ഓടി വന്ന് റാണി എന്നാണ് അവളുടെ പേര്. റാണി, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഈ ഒരു അസമയത്ത് നീ എന്താണ് ഈ ഒരു കുഴിമാടത്തിൻ്റെ അടുത്ത് നീ ചെയ്യുന്നത്? പക്ഷേ ഇയാൾ പറഞ്ഞതൊന്നും
അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവള് ഒരു അബ്നോർമലായിട്ടാണ് ആ ഒരു കുഴിമാടത്തിൻ്റെ അടുത്ത് ഇരുന്നിരുന്നത്. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. എൻ്റെ മകൻ എവിടെ? ഞാൻ എൻ്റെ മകനെ കാത്താണ് ഇരിക്കുന്നത്. എനിക്ക് എൻ്റെ മകനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് ആ ഒരു റാണി കൈമളുടെ ഭാര്യ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നോ? പെട്ടെന്ന് തന്നെ അമുദയുടെ മകനെ വിളിച്ച് കൊണ്ടുവരണമെന്ന് പ്രഭുവിന് മനസ്സിലായി. അങ്ങനെ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രഭുവിൻ്റെ അടുത്തേക്ക് അയാൾ പോകുക. പ്രഭുവിൻ്റെ അടുത്തെത്തിയും കൈമൾ മാപ്പ് അപേക്ഷിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു തെറ്റ് പറ്റിപ്പോയതും നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നും എന്ന് പറഞ്ഞ് അവനോട് മാപ്പ് അപേക്ഷിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ പ്രഭുവിന് പെട്ടെന്ന് ദേഷ്യമാണ് വന്നത്. കാരണം തൻ്റെ അമ്മയെ അപമാനിക്കുകയാണെന്നും താങ്കളുടെ അമ്മയുടെ ശരീരത്തിൽ എൻ്റെ അമ്മ ഒരിക്കലും കയറുകയില്ലെന്നും പറഞ്ഞ് അവന് ദേഷ്യം പ്രകടിപ്പിച്ചു. എന്തുതന്നെയായാലും താങ്കൾ എൻ്റെ കൂടെ വരണമെന്ന് കൈമൾ അവനോട് അപേക്ഷിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും സെമിത്തേരിയിലെത്തി. അപ്പോഴാണ് ആ നടക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. പ്രഭുവിനെ കണ്ട മാത്രയിൽ കൈമളിന്റെ ഭാര്യ ഓടി വന്നു മകനെ എന്ന് വിളിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. എത്ര കാലമായി നിന്നെ കണ്ടിട്ടെന്നും. പ്രഭു ആകെ അന്തം വിട്ടുപോയി. ഞാൻ നിന്റെ അമ്മയാണെന്നും നിന്നെ ഇതുവരെ ഞാൻ കാത്തിരിക്കുകയാണ്, നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്നും അമുദ പറയുന്നു. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് പ്രഭു വിശ്വസിച്ചില്ല. ഇതൊക്കെ തട്ടിപ്പാണെന്ന വിശ്വാസത്തിലാണ് അവൻ നിന്നത്. അതേസമയം റാണിയുടെ ശരീരത്തിലുള്ള അമുദ പറയുന്നു, നിന്റെ പേർക്ക് ഞാൻ 2.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. നീ നമ്മുടെ വീട്ടിൽ പോയി അളമാര തുറന്നു നോക്കി പാസ്ബുക്ക് എടുക്കണം. അപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുമെന്ന് അമുദ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം പ്രഭു വീട്ടിലേക്ക് എത്തി. അളമാരി തുറന്നു നോക്കിയപ്പോൾ സംഭവം സത്യമാണ്. ആ ഒരു കള്ളറയ്ക്കകത്ത് പാസ്ബുക്ക് കണ്ടു. ഇവന്റെ പേർക്ക് 2.5 ലക്ഷം ഇട്ടതായിട്ടും കണ്ടു. അതോടുകൂടി അവന് മനസ്സിലായി വന്നിരിക്കുന്നത് തൻ്റെ അമ്മ തന്നെയാണെന്ന്. അവൻ ഓടിപ്പോയി ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. എനിക്ക് മനസ്സിലായ അമ്മയാണ് വന്നത്. അമ്മനെ എനിക്കൊന്ന് കാണാൻ പോലും സാധിച്ചില്ല. എനിക്ക് അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരുന്നത്. കാരണം ഈ ഒരു അമ്മയും മകനും അത്രയ്ക്ക് ബന്ധവും അറ്റാച്ച്ഡ് ആയിരുന്നു. കാരണം ഈ അമ്മയ്ക്ക് ഈ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സ്ത്രീയുടെ ചെറുപ്പകാലത്ത് തന്നെ അവരുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. പിന്നീടുള്ള 10-25 വർഷത്തോളം ഈ ഒരു അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു മകന് 25 വയസ്സുള്ള മകന് ഗൾഫിൽ ജോലി കിട്ടി പോകുന്നത്. ജോലി കിട്ടി പോയിട്ട് ആകെ 4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെയുള്ള ദാരുണ മരണം. അതായത് അവൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൾഫിലെത്തി ഒന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ആ ഒരു എഗ്രിമെൻറ്റിലാണ് അവൻ അവിടേക്ക് പോയതും ഈ അമ്മ അങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ ഏവർക്കും ദുഃഖം തോന്നുന്ന കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതോടുകൂടി അമുദ റാണിയുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. റാണി ബോധം കെട്ടുവീണു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.